നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യുവ സൂപ്പർ താരവുമായ ശുഭ്മൻ ഗില്ലിന്റെ ഫ്ലോപ്പ് ഷോ തുടരുകയാണ്. ടെസ്റ്റിലും ഏകദിനത്തിലും ഹീറോയാണെങ്കിലും T20 തന്നെക്കൊണ്ടു പറ്റിയ പണിയല്ലെന്നാണ് അദ്ദേഹം വീണ്ടും തെളിയിക്കുന്നത്. പക്ഷേ ഗില്ലിനെ T20 പഠിപ്പിച്ചേ തീരൂവെന്ന വാശിയുള്ളതുപോലെയാണ് BCCIയുടെയും കോച്ച് ഗൗതം ഗംഭീറിന്റെയും സമീപനം. ഓപ്പണിംഗിൽ നന്നായി കളിച്ചുകൊണ്ടിരുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണെ ഈ റോളിൽ നിന്നും മാറ്റിയാണ് ഗില്ലിനെ തിരികെ കയറ്റിയത്. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കി സഞ്ജുവിനെ ഓപ്പണിംഗിലേക്ക് തിരികെ വിളിക്കാനുള്ള സമയമെത്തിയിരിക്കുകയാണ്. ഗില്ലിനെ പുറത്താക്കുകയെന്ന വലിയൊരു കോൾ ഗംഭീർ തീർച്ചയായും എടുത്തേ തീരൂ. ഇതിന്റെ കാരണമെന്താണെന്ന് നോക്കാം. ഇന്ത്യൻ കുപ്പായത്തിൽ T20 ഫോർമാറ്റിൽ ശുഭ്മൻ ഗില്ലിന്റെ കരിയർ ഒരിക്കൽ പോലും ടോപ്പ് ഗിയറിലേക്ക് കയറിയിട്ടില്ല. എല്ലായ്പ്പോഴും ശരാശരിയിൽ തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. T20ക്ക് അനുയോജ്യരായ നിരവധി യുവതാരങ്ങൾ അവസരം കാത്ത് പുറത്തു നിൽക്കവേ ഗില്ലിന് വീണ്ടും അവസരങ്ങൾ നൽകി ഇന്ത്യ സ്വയം കുഴി തോണ്ടുകയാണ്. അവസാനമായി കളിച്ച 13 T20 മത്സരങ്ങളെടുത്താൽ ഒരു 50 പോലും ഗില്ലിന് ചൂണ്ടിക്കാണിക്കാനില്ല. 40-ന് മുകളിൽ സ്കോർ ചെയ്തത് ഒരിക്കൽ മാത്രം. ഇങ്ങനെയൊരാളെയാണ് വൈസ് ക്യാപ്റ്റൻസി കൂടി ഏൽപ്പിച്ചത് എന്നതാണ് രസകരം. കഴിഞ്ഞ 13 ഇന്നിംഗ്സുകളെടുത്താൽ 13, 34, 39, 20, 10, 5, 47, 29, 4, 37, 5, 15 എന്നിങ്ങനെയാണ് ഗില്ലിന്റെ സ്കോറുകൾ. ഈ 13 ഇന്നിംഗ്സുകളിൽ 7 10 റൺസിന് താഴെയാണ് അദ്ദേഹം ഔട്ടായതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആരുമൊന്ന് ഞെട്ടുക. പക്ഷേ ഗൗതം ഗംഭീറിനും BCCIക്കുമൊന്നും ഇതൊരു വിഷയമേ അല്ല. അവർ ഗില്ലിന് വീണ്ടും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. കാരണം ഇതിഹാസ താരമായ വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ പോസ്റ്റർ ബോയിയായി ഗില്ലിനെ വളർത്താനാണ് അവരുടെ ശ്രമം. 26-കാരനായ ഗില്ലിന്റെ T20 കരിയറെടുത്താൽ 31 മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. 28.22 എന്ന പരിതാപകരമായ ശരാശരിയിൽ നേടിയതാവട്ടെ 762 റൺസാണ്. സ്ട്രൈക്ക് റേറ്റും 140.86. അത്ര മികച്ചതല്ല. ഒരു സെഞ്ചുറിയും 3 50കളും മാത്രമേ 31 ഇന്നിംഗ്സുകളിൽ ഗില്ലിന് നേടാനായിട്ടുള്ളൂ. ഇന്ത്യൻ T20 ഓപ്പണറായി സഞ്ജു സാംസൺ തീർച്ചയായും ടീമിലേക്ക് മടങ്ങിയെത്തിയേ തീരൂ. കാരണം ഈ റോളിൽ അവസരം ലഭിച്ചപ്പോൾ അത് ഏറ്റവും നന്നായി മുതലാക്കിയ താരമാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടന്ന 3 T20കളുടെ പരമ്പരയിലാണ് സഞ്ജുവിന് ആദ്യമായി ഓപ്പണിംഗിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത്. ഈ പരമ്പര മുതൽ 3 പരമ്പരകളിലായി തുടരെ 12 T20കളിലാണ് മലയാളി താരം ഓപ്പൺ ചെയ്തത്. ഇവയിൽ 3 സെഞ്ചുറികളും അടിച്ചെടുക്കുകയും ചെയ്തു. മറ്റൊരു ഇന്ത്യൻ കീപ്പറും T20യിൽ ഇത്രയും സെഞ്ചുറികൾ അടിച്ചില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സഞ്ജു എത്രമാത്രം സ്പെഷ്യലാണെന്ന് ബോധ്യമാവുക. ഓപ്പണറായി 17 T20കളിൽ സഞ്ജു ഇതിനകം കളിച്ചു കഴിഞ്ഞു. ഇവയിൽ 32.6, 2 ശരാശരിയിൽ 178.76 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ 522 റൺസും സ്കോർ ചെയ്തു. 3 സെഞ്ചുറികളും ഒരു 50യും ഇതിലുൾപ്പെടും. ഗില്ലുമായി ഓപ്പണിംഗിലെ കണക്കുകളിൽ താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജു ഏറെ മുന്നിലുമാണ്.